എൻ്റെ പേര് അനീഷ ബി, 3rd BR. സാനിയ മിർസന്റെ വേഷവിധാനം എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഇത്ര വിവാദമായത്? ആയാലും അനീഷ ബി പെൺകുട്ടികളുടെ മാനം കാത്തിട്ടുണ്ട്. സാധാരണ വളരെ ക്രിയേറ്റീവായ ചോദ്യങ്ങൾ പലപ്പോഴും കോളേജ് ക്യാമ്പസിൽ നിന്ന് ഉണ്ടാകാറ് പെൺകുട്ടികളുടെ അടുത്തു നിന്നാണ്. എന്തുകൊണ്ടാണ് മലപ്പുറം കോളേജിൽ ഇങ്ങനെ എനിക്കറിയില്ല. ഏതായിരുന്നാലും എന്തുകൊണ്ടാണ് സാനിയ മിർസന്റെ ഡ്രസ്സ് വിവാദമായത്? എന്തുകൊണ്ടാണ് സാനിയ മിർസന്റെ ഡ്രസ്സ് അവതരിപ്പിച്ചത്? അതുകൊണ്ട് തന്നെ എന്നാണ് ഒറ്റവാക്കിലുള്ള ഉത്തരം. എന്താ സാനിയ മിർസന്റെ പ്രത്യേകത? അതൊരു മുസ്ലിം പെൺകുട്ടിയാണ് അല്ലെ? ലോകത്ത് പലരും പല കോലത്തിലുള്ള ഡ്രസ്സും ധരിക്കാറുണ്ട് അല്ലെ? ആ ഡ്രസ്സുകൾ ആരും ഒരു രൂപത്തിലും വിമർശിക്കാറോ എതിർക്കാറോ ഇല്ല. എന്നാൽ സാനിയ മിർസ ഒരു പ്രതീകമാകുകയായിരുന്നു. എങ്ങനെ പ്രതീകം? എന്തുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണം? അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടാണ്. എന്റെ ചോദ്യത്തിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. ഇസ്ലാമിക വസ്ത്രധാരണം എന്താണ് സ്ത്രീക്ക് നൽകുന്നത് എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് പെണ്ണ് എക്കാലഘട്ടത്തിലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇസ്ലാമികമായ വസ്ത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. പെണ്ണ് എന്നും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ്. പെണ്ണിനെ ഐഡലൈസ് ചെയ്തുകൊണ്ടാണ് പെണ്ണ് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഐഡലൈസേഷൻ? നിങ്ങൾ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചൂഷണം എന്തായിരുന്നു പെണ്ണിനെതിരെ? സതി, ദേവദാസി സമ്പ്രദായം. ഇതെല്ലാം നമുക്കറിയാം. എങ്ങനെയായിരുന്നു സതി? പെണ്ണിനെ പിടിച്ചുകൊണ്ടായിട്ട് തീയിലിടലല്ല സതി. പിന്നെ എന്താ? പെണ്ണിനെ സതീദേവിയാക്കാൻ പറ്റിയ രൂപത്തിൽ മനസ്സ് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. സതി അനുഷ്ഠിച്ച പെണ്ണോ സതീദേവിയാണ്, ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നവൾ, സമൂഹത്തിലെ ഉന്നത. അതുകൊണ്ട് തന്നെ സതി അനുഷ്ഠിക്കാൻ ക്ഷത്രിയ സ്ത്രീകൾ ആവേശത്തോടുകൂടി കടന്നു ചെല്ലുമായിരുന്നു. ഇതേപോലെ തന്നെ ദേവദാസി സമ്പ്രദായം. ദേവദാസിമാരാരായിരുന്നു? ക്ഷേത്രത്തിൽ ബ്രാഹ്മണന്മാർക്ക് ലൈംഗികമായി ചൂഷണം ചെയ്യുവാൻ വേണ്ടി മാത്രമായിട്ടുള്ള പെണ്ണുങ്ങളായിരുന്നു ദേവദാസിമാർ. ആ ദേവദാസിമാര് മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നേർച്ചയാക്കാൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ദേവദാസിയായി നേർച്ചയാക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മധ്യകാല ഭാരതത്തിൽ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. അവൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം. ആ ദേവദാസിമാരുടെ അംഗീകാരത്തെയാണ് നമ്മൾ ഇന്നും സംസ്കാരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ദേവദാസിയുടെ ആട്ടമാണ് മോഹിനിയാട്ടം. ദേവദാസിമാർ, ക്ഷേത്രത്തിലേക്ക് നേർച്ചയാക്കപ്പെട്ട ദേവദാസിമാർ തങ്ങളെ ആസ്വദിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ബ്രാഹ്മണന്മാരെ ആകർഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ആടിയിരുന്ന കേരളീയ കലയായിരുന്നു മോഹിനിയാട്ടം. അതാണ് നമ്മൾ ഇന്ന് വലിയ സംസ്കാരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ദേവദാസി ആരാണ്? വേശ്യ, അന്നത്തെ അഭിസാരിക. ഞാൻ പറഞ്ഞു വരുന്നത്, എക്കാലഘട്ടത്തിലും പെണ്ണിനെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ് അവളെ ചൂഷണം ചെയ്തു പോന്നിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ. ഇന്ന് എങ്ങനെയാണ് പെണ്ണിനെ ചൂഷണം ചെയ്യുന്നത്? പെണ്ണിനെ ചൂഷണം ചെയ്യുന്നത് ആദ്യം നമ്മളോട് പറയും, ഇതാ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ലോക സുന്ദരി. ആരാണ്? ആരാകട്ടെ അവൾ, ഐശ്വര്യ റായി ആണെങ്കിലും സുസ്മിത സെൻ ആണെങ്കിലും അല്ല. ഇതാ ഇന്ത്യയിൽ നിന്ന് ലോകസുന്ദരി. പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് സുസ്മിത സെൻ ആകണമോ? എങ്കിൽ നിങ്ങൾ ഇന്നത് തേച്ചോളൂ, അല്ലെ? ഇന്നത് തേച്ച് കുളിച്ചോളൂ, ഇന്നത് തേച്ചോളൂ, ഇന്ന ക്രീം തേച്ചോളൂ. ഇതാണ് പാഠം. അതോടുകൂടി അവൾ അറിയാതെ അവൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പെണ്ണിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പടച്ചതമ്പുരാൻ നൽകിയ അനുഗ്രഹമാണ് അവളുടെ സൗന്ദര്യം. ആ സൗന്ദര്യം ആസ്വദിക്കപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന ജൈവികമായ പ്രയാസങ്ങൾ മുഴുവനും പെണ്ണിനാണുള്ളത്. ജീവശാസ്ത്രപരമായി അത് ആസ്വദിക്കുന്നത് വഴി പുരുഷനൊരു പ്രശ്നം ഉണ്ടാവണില്ല. ജീവശാസ്ത്രപരമായും സാമൂഹികമായും സകല പ്രശ്നങ്ങളും പെണ്ണിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കപ്പെടുന്നത് വഴി പെണ്ണിനാണ് പ്രയാസം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പൊതുവായി ആസ്വാദനത്തിന് തുറന്നു കൊടുക്കാതെ അവളെ ഈ ആസ്വദിക്കപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും തനിക്ക് താങ്ങായി നിൽക്കാമെന്ന് രണ്ടാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത് അവളുടെ കൈപിടിച്ചു കൊണ്ടുപോയ പുരുഷന്റെ മുന്നിൽ മാത്രം
അവളുടെ സൗന്ദര്യം തുറന്നു വെക്കുവാൻ അവൾക്ക് അവകാശം നൽകി എന്നുള്ളതാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ സവിശേഷത. ലോകത്ത് പെണ്ണിന് ആ രൂപത്തിലുള്ള ഒരു അവകാശം നൽകുന്ന ദർശനം ഇസ്ലാം മാത്രമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആധുനിക മുതലാളിത്തം, ആധുനിക സമൂഹം എല്ലാം പറയും. നമ്മൾ പലപ്പോഴും പറയും വസ്ത്രത്തെക്കുറിച്ച്, ആധുനിക സമൂഹത്തിന്റെ ലിബറൽ ആയിട്ടുള്ള സമീപനത്തെ കുറിച്ച് പറയും. പക്ഷേ ആ ലിബറൽ സമീപനം ഏതുവരെയാണ്? നിങ്ങൾക്കൊരു എയർ ഹോസ്റ്റസ് ആകണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു സെക്രട്ടറി ആകണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു സ്റ്റെനോ ആകണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനത്തെ വസ്ത്രം ധരിക്കണം? അതിന്റെ മാനേജർമാർ പറയുന്ന വസ്ത്രം ധരിക്കണം. എയർ ഹോസ്റ്റസ് ആകണമെങ്കിൽ ആ എയർലൈനിന്റെ മാനേജർമാർ എന്ത് പറയുന്നു ആ വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത്. ആ വസ്ത്രം ധരിക്കണമെങ്കിൽ ആ വസ്ത്രം ധരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുള്ളവർക്കറിയാം, അവിടെ എയർ സ്റ്റുവാർട്ട് ഉണ്ട്, എയർ ഹോസ്റ്റസും ഉണ്ട്. എയർ സ്റ്റുവാർട്ടിന്റെ ഡ്രസ് എന്താ? ഏകദേശം എന്റെ ഡ്രസ്സ് വേണമെങ്കിൽ ഒരു ഹാറ്റും കൂടി ഇട്ടാൽ ഇസ്ലാമികമായ ഹിജാബായി, ഏകദേശം പൂർണ്ണമായി അല്ലെ? ഫുൾ കൈ, പാന്റ്, സൂട്ട് എല്ലാം. എന്നാൽ എയർ ഹോസ്റ്റസിന്റെയോ പരമാവധി വസ്ത്രം കുറച്ചിട്ട് എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാമെന്നാണ്. എന്തിന് എന്ന ചോദ്യം ഇതാരാ നിർണയിച്ചത്? പുരുഷ യജമാനന്മാർ നിർണയിച്ച വസ്ത്രം. അത് എന്തിനങ്ങനെ നിർണയിച്ചു? ആ ചോദ്യത്തിനുള്ള ഉത്തരം കസ്റ്റമേഴ്സിനെ സംതൃപ്താക്കാനാണ്. കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കുവാൻ, അഥവാ ഉപഭോക്താവിനെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള കേവല കമോഡിറ്റിയായി ആധുനിക സമൂഹം സ്ത്രീയുടെ സൗന്ദര്യത്തെ കാണുന്നു. ഇസ്ലാം അങ്ങനെ കാണുന്നില്ല. ഒരു ദൈവാനുഗ്രഹമായും ആ ദൈവാനുഗ്രഹം ദൈവികമായ വിധിവിലക്കുകൾക്കനുസൃതമായി ചെലവഴിക്കപ്പെടേണ്ടതായുമാണ് ഇസ്ലാം കാണുന്നത് എന്നുള്ളതാണ് ഒന്ന്. എന്തുകൊണ്ട് സാനിയ മിർസയെ അവതരിപ്പിച്ചു എന്ന് ഞാൻ ചോദിച്ചല്ലോ. എന്തായിരുന്നു സാനിയ മിർസ എന്ന മിത്തിന്റെ സവിശേഷത? മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉള്ള മുസ്ലിം വനിതകൾക്കുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത് സാനിയ മിർസ. ഇപ്പോഴും ഉള്ളത് തന്നെ. നിങ്ങൾക്ക് സാനിയ മിർസയെ പോലെ ആയിക്കൂടെ എന്നാണ് ആ മെസ്സേജ്. അതെന്താണ്? ഒരേ പത്രത്തിൽ ആദ്യത്തെ പേജിൽ റമദാനിന്റെ 1-ാം തീയതി പൂർണ്ണ വസ്ത്രത്തോടു കൂടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സാനിയ മിർസ, അതേ പത്രത്തിന്റെ 6-ാമത്തെ പേജിൽ അർദ്ധനഗ്നയായ സാനിയ മിർസ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വസ്തു കണ്ടാ തോന്നും ആകെ ഈ സൗന്ദര്യം കണ്ടിട്ട് പ്രശ്നം പഠിച്ചുവെക്കാണെന്ന്, അല്ലെ? പഠിച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ സൗന്ദര്യവും മറച്ച് വളരെ കൃത്യമായ വസ്ത്രം, അല്ലെ? മനുഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴോ പരമാവധി കുറഞ്ഞ വസ്ത്രം. ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്നാണ് മുസ്ലിം സ്ത്രീയോടുള്ള ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ ദൈവത്തിന്റെ അടുത്ത് മാത്രമായിക്കൂടെ? നിങ്ങളുടെ സൗന്ദര്യം ഞങ്ങളൊന്ന് പൊതുവേദിയിൽ ആസ്വദിച്ചോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനൊരു വസ്ത്രമുണ്ടെങ്കിൽ, ഇങ്ങനൊരു നിയമമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധനയുടെ രംഗത്ത് നിങ്ങൾക്ക് അതായിക്കൂടെ എന്നാണ് ചോദ്യം. അവിടെയാണ് പ്രശ്നവും. അതല്ലാതെ ഇതേ വസ്ത്രമിട്ട് കൊണ്ട് കളിക്കുന്ന സ്റ്റെഫി ഗ്രഫിനെതിരെ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സാനിയ മിർസക്കെതിരെയും പറയുമായിരുന്നില്ല ആരും. ലോകത്തൊരു മുസ്ലിമും പറയുമായിരുന്നില്ല. അവർ ഒരു മതത്തിന്റെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ് പ്രശ്നമായത്. ഇസ്ലാമിക ലോകത്തിനൊരു മാതൃകയായി പറയപ്പെട്ടപ്പോഴാണ് പ്രശ്നമായത്. സാനിയ മിർസ ആസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലേക്ക് പറന്നപ്പോൾ അതേ സമയം അന്ന് യാത്രയാക്കാൻ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മാതാപിതാക്കൾ ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പോവുകയായിരുന്നു. ഇങ്ങനെ വിഗ്രഹവൽക്കരിക്കുന്ന അവസ്ഥാവിശേഷം എന്താ? സാനിയ മിർസ ഒരു പ്രതീകമാവുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ, അല്ല മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾക്ക് സാനിയ മിർസമാരായിക്കൂടെ എന്ന ചോദ്യം. അതെന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനയുടെ രംഗത്ത്, ആരാധനയുടെ രംഗത്ത് ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചോട്ടെ, നിങ്ങൾ അർദ്ധനഗ്നകളായി ഞങ്ങളുടെ ഇടയിലേക്കൊന്ന് വന്നുകൂടെ എന്ന ചോദ്യം. അവിടെയാണ് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്, അത് തെറ്റാണ് എന്ന് പറയുന്നത്. ഒരു പ്രതീകമാകുമ്പോഴാണ്. അതല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. സാനിയ മിർസന്റെ വസ്ത്രം എന്നുള്ളതല്ല, ആ ഏത് വസ്ത്രമായിരുന്നാലും. അതേസമയം ഇസ്ലാം സ്പോർട്സിനെതിരല്ല. സ്പോർട്സ് പെണ്ണുങ്ങൾക്ക് തീർച്ചയായും ടെന്നീസ് കളിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾ ടെന്നീസ് കളിക്കണം. പക്ഷേ അത് കളിക്കാനാകണം, കളി കാണാനാകരുത്. കാണുന്നവൻ കളിയല്ല കാണുന്നത് എന്ന് നമുക്ക് അറിയുന്നതാണ്, അല്ലെ? സാനിയ മിർസ വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലെ? ടെന്നീസിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകൾ ടെലിവിഷന്റെ മുന്നിൽ ഇരിക്കുന്നതും പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും കേൾക്കുവാൻ നമ്മൾക്ക് ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായിട്ടുണ്ട് ഈ പെൺകുട്ടി അതിൽ വന്നതിന് ശേഷം, അല്ലേ?
എന്തേ കാരണം? അത് തന്നെ, ആ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിനെ എതിർക്കുന്നത്. എന്നാൽ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവളെ കത്തിക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്കെതിരെ മതപരമായ വിധി പുറപ്പെടുവിക്കണമോ എന്നോ അഭിപ്രായം പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ പിന്നെ മതപരമായി ആ രൂപത്തിൽ ഉള്ളൊരു ക്രിമിനൽ കുറ്റത്തിന് വിധിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം, മഗണാ രാഷ്ട്ര സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ അതിന്